നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഞാൻ കാക്കയ്ക്ക് ഫുഡ് കൊടുത്തപ്പോൾ കാക്കയെല്ലാം വന്നു കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ വിചാരിച്ചു. സ്കൂളിൽ കൊണ്ടുപോകാനാ. അപ്പോൾ മേൽക്കൂടി രാവിലെ ചോദിക്കുക എന്തോ അപ്പം ഉണ്ടാക്കുന്നത്. ഇടിയപ്പത്തിൻ്റെ അകത്ത് തട്ട് വെച്ചു കേട്ടോ. ഞാൻ മൂടി വെച്ചു. കുട്ടിക്ക് രാവിലെ ലെഗ് പീസ് വന്നു സ്കൂളിൽ, അപ്പം അതുണ്ടാക്കണം. ഇനി കുഞ്ഞു വഴക്കായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങോട്ട് ഓടും. സമയമില്ല. രാവിലെ അവൾമാർ റെഡിയാക്കണം. മേതക്കുട്ടി കൊണ്ട് പോകുന്നതിന് ഒട്ടും സമയം കിട്ടാറില്ല. ലെഗ് പീസ് ഞാൻ ഇങ്ങനെ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കും. അപ്പോൾ ഇടിയപ്പം ആയി കേട്ടോ. എണ്ണ നന്നായി ചൂടായി. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒന്ന് മൂടി വെക്കാം. ചിക്കൻ മറിച്ചിട്ടു. എൻ്റെ സുന്ദരിപ്പാറ് റെഡിയായി കേട്ടോ. അപ്പോൾ ഇന്ന് ഹാപ്പിയായിട്ട് ആക്കിയിരിക്കുന്നത് ചെല്ലുമ്പോൾ അറിയത്തില്ല കേട്ടോ. അവധിക്കുട്ടി രാവിലെ റെഡിയായിട്ട് കാണിക്കുന്ന പരിപാടി കേട്ടോ. രണ്ടുപേരും കൂടെ അവിടെ റെഡിയായിട്ട് കളിക്കുക കേട്ടോ. മേതക്കുട്ടി ഭയങ്കര ഹാപ്പി അല്ലേ കേട്ടോ. ഇനി വൈകിട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഹാപ്പിയുള്ളൂ. അതെ മതി ഭയങ്കര പാട്ടൊക്കെയാണ്. വൈകിട വണ്ടി വരാറായി. ഞങ്ങളുടെ വണ്ടി വന്നു. ആ അവരെ കൊണ്ടിട്ട് ഭയങ്കര മഴ. അപ്പോൾ ഞാൻ വന്ന് വീട്ടിൽ കയറി കേട്ടോ. ഇപ്പോൾ രാവിലെയൊക്കെ നല്ല തെളിഞ്ഞൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പം വീണ്ടും മഴ തുടങ്ങി. അവൾമാരൊക്കെ സ്കൂളിൽ പോയി. ഞാനും മമ്മിയും ചേച്ചിയും ഇപ്പോൾ ഇവിടെ ഉള്ളൂ. നല്ല മഴ കേട്ടോ. രാവിലെ നല്ല ക്ലൈമറ്റായിരുന്നു. രാവിലെ നല്ല തെളിഞ്ഞിരിക്കുന്നത്. ഇപ്പം വീണ്ടും നല്ല മഴ തുടങ്ങി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇടിയപ്പവും ചിക്കൻ കറി. അപ്പോൾ കഴിക്കട്ടെ. എൻ്റെ ശബ്ദം കേട്ട് അണ്ണാങ്കുഞ്ഞ് പോയി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവൻ കഴിക്കാനായിട്ട് വന്നതാണ് റംബൂട്ടാനൊക്കെ. പക്ഷേ എൻ്റെ ശബ്ദം കാരണം അവൻ ഓടിപ്പോയി. അപ്പോൾ ഇടയ്ക്ക് തുണി തേക്കാൻ കൊടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അതിന് പോകാൻ റെഡിയായി നിൽക്കുക. ഇപ്പോൾ വണ്ടി വരും. നല്ല രസമുണ്ട് കേട്ടോ ആകാശം കാണാൻ. ഇപ്പോൾ ഓട്ടോ വന്നു.
അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള സ്പെഷ്യലാണ് കേട്ടോ. ഇത് ഉരുളക്കിഴങ്ങ് കറിയാണേ, ചിക്കൻ, പിന്നെ ബീൻസ് തോരൻ. അപ്പോൾ സമയം ഏകദേശം ഒരു 2:30 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ മഹതിയെ മേതെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവുക. അപ്പോൾ നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ, മേഘങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ. ഇപ്പോൾ നല്ല വെയിൽ, ഇപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ. അപ്പോൾ ഞാൻ നിങ്ങളെയും കാണിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ. ഞങ്ങളുടെ പയർ ഫുള്ള് പൂത്തു കേട്ടോ. സ്കൂൾ വിട്ട് കഴിഞ്ഞ് ഒന്ന് ബാഗൊക്കെ എടുത്ത് എറിയാം മഹതിക്കുട്ടി. അപ്പോൾ വീട്ടിൽ വന്നു, അതിന് സന്തോഷത്തിലാണ് മഹതിക്കുട്ടി. ഇടയ്ക്ക് ഭയങ്കര കാഴ്ചയിലായതുകൊണ്ട് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര കാഴ്ചയിലായിരുന്നു അവൾ ഇന്ന്. അപ്പോൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടും കൂടെ കളിയാണ് കേട്ടോ. മഹതിയും മേധയും കുറച്ച് നേരം കളിക്കും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.